ഏട്ടനോട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും, കുഞ്ഞ് ഭക്ഷണം കഴിച്ചോ? ആ ഒരു വിളിയിലെ ഒരു എവിടെയോ നമുക്ക് എന്താണ് നമ്മൾ ഒരു കാര്യം നോക്കാനൊക്കെ ഒരാള്, അതൊരു പ്രേമം എന്നൊന്നും അല്ല, കെയർ ചെയ്യാൻ ഒരാള്. അപ്പൊ ഇങ്ങനെ ഗുഡ് മോർണിംഗ് എന്നിട്ട് കുഞ്ഞെ മെസ്സേജ് വിടും. അപ്പൊ അങ്ങനെ ഒരു ദിവസം സൗമ്യ ചേച്ചിയുണ്ട് എനിക്ക് രാത്രി മെസ്സേജ് ഉണ്ട്, ഏട്ടനായിട്ട് ചാറ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ എന്ന്. അവരെന്താ ഉദ്ദേശം അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ഞാൻ സീരിയസ് ആയിട്ട് വന്നു, ഓ ചാറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് സമാധാനമുണ്ട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോ എന്ന് പറഞ്ഞു. ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഏട്ടൻ എന്തുണ്ടെങ്കിലും സൗമ്യ ചേച്ചിയായിട്ട് ഷെയർ ചെയ്യും, എന്തുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു ഏപ്രിൽ 26 ആ ഒരു ഡേറ്റിനാന്ന് തോന്നുന്നു, എന്നെ ഞാൻ ഏട്ടനെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ എനിക്ക് തീർത്ഥാടനത്തിന് പോകണമെന്നാണ് ആഗ്രഹം, മക്കളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം, എനിക്ക് എവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോൾ ഒറ്റപ്പെട്ട് പോവുകയാണ്, മനസ്സിൽ എങ്ങനെയും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ചെയ്യാൻ നോക്കി, എപ്പോഴും എനിക്ക് മറ്റുള്ളവരെ കുത്തുവാക്ക് കേൾക്കാനേ നേരുള്ളൂ, ഇങ്ങനെ പറഞ്ഞു, മക്കളെ എനിക്ക് സേഫ് ആക്കണം, അതാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചു, എനിക്കിപ്പം ഇങ്ങനെ മുന്നോട്ട് പോകാൻ അറിയില്ല, ഒരു പെണ്ണ് വിചാരിച്ചത് ഇങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മക്കളെ സേഫാക്കി തീർത്ഥാടനത്തിന് പോകണം, എല്ലാ അമ്പലങ്ങളിലും കയറി ഇറങ്ങി എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം, എൻ്റെ മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹമാണ് അത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് തീർത്ഥാടനത്തിന് പോകാനാണെങ്കിൽ ഡ്രൈവറായിട്ട് ഞാനും വരാം. സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറായിട്ട് ഞാൻ വരാം. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഡ്രൈവറായിട്ട് വേണ്ട, നമുക്ക് തൊഴുവാനൊക്കെ പോവാം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ് കുഞ്ഞെ, നീ സൗമ്യയോട് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം കൂടി ഏട്ടനെ ഞാൻ തീർത്ഥാടനത്തിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് തെറി കിട്ടുമോ? ഇല്ല, ധൈര്യമായിട്ട് ചോദിക്കും പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പുറത്ത് കോള്, ഇപ്പുറത്ത് മെസ്സേജ്, സൗമ്യ ചേച്ചിക്ക് മെസ്സേജ് ഇട്ടു, സൗമ്യ ചേച്ചി ഞാൻ ഏട്ടനെ തീർത്ഥാടനത്തിന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നത്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോവാം, എനിക്ക് അതാ ഇഷ്ടം സൗമ്യ ചേച്ചിയും പറയുന്നു. പിന്നെ ഈ ഏട്ടൻ എന്നില്ല വിളി എവിടെയോ കൊണ്ടു. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത്, ഏട്ടൻ എന്നില്ല വിളി അധികം വേണ്ട, അനിയത്തിന്റെ സ്ഥാനത്ത് ഞാനുണ്ട്. ഇല്ലാതെ തന്നെ മലയാളികൾക്ക് ഇപ്പോൾ നന്നായിട്ട് അറിയാവുന്ന രണ്ട് പേരുകളാണ് ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും. മലയാളികൾക്ക് ഇത്രയേറെ പരിചയം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതൊരു വിവാഹത്തിന്റെ കഥയാണ് എന്ന് നമുക്ക് പറയാം. ഗുരുവായൂരിൽ നടന്ന ഒരു വിവാഹ കഥയാണ് ഇന്നും ഇവരെ പ്രേക്ഷകർ നെഞ്ചേറ്റ് നടക്കാൻ കാരണം. 40കളിലെ പ്രണയത്തിന് മധുരം കൂടുതലാണെന്ന് ഇവരുടെ ഇന്നത്തെ ജീവിതം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ടെലിവിഷൻ താരങ്ങളായ ക്രിസ് വേണുഗോപാലും ദിവ്യ ശ്രീധറും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് വിവാഹിതരായത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് അന്ന് ചടങ്ങിൽ പങ്കെടുത്തത്. ഇവരുടെ വിവാഹ വാർത്ത പുറത്തു വന്നതോടെ വലിയ ചർച്ചയായി. കാരണം മറ്റൊന്നുമല്ല, ഇത്രയും വയസ്സായ ഒരാൾക്ക് ഇത്രയും ചെറുപ്പക്കാരി പെണ്ണോ എന്ന തരത്തിലാണ് ഈ വിവാഹ വാർത്ത ആദ്യം ചർച്ചകളിൽ നിറഞ്ഞത്. എന്നാൽ പിന്നീട് ഇത് മാറി. 49 വയസ്സ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് എന്ന വിവരങ്ങൾ പുറത്തു വന്നു. പിന്നാലെ ദിവ്യ ശ്രീധറിന്റെയും ക്രിസ് വേണുഗോപാലിന്റെയും മുൻകാല ജീവിതങ്ങളായിരുന്നു പ്രധാന ചർച്ച. രണ്ടുപേരും ഏറെ വേദനിച്ചാണ് ആദ്യ വിവാഹ ബന്ധങ്ങളിൽ നിന്നും ഇറങ്ങി വന്നത്. രണ്ട് മക്കളുമായി ഒറ്റയ്ക്ക് ജീവിക്കാൻ പെടാപ്പാട് പെട്ടിട്ടുണ്ട് ദിവ്യ. ഒരുപാട് കണ്ണീരൊഴുക്കേണ്ടി വന്ന ദിവ്യ ഇന്ന് സ്വന്തം ഭർത്താവിനും കുട്ടികൾക്കും ഒപ്പം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. പിന്നെ എന്റെ മൈൻഡിലേക്ക് പോയത് സത്യം പറയാ ഇത് ആത്മഹത്യാ നിലയിലേക്ക് പോയി വീണ്ടും. ഓ എനിക്ക് അങ്ങനെ ഇപ്പൊ ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ നല്ലോണം സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചത്, ഏട്ടാ നമ്മള് അന്ന് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഏട്ടന് ഇഷ്ടപ്പെടില്ല, അത്രക്ക് സങ്കടം വന്നായിരുന്നു. കാരണം അങ്ങനെ അത്രയും മോശം, താടി നരച്ചതിനെ പറ്റിയോ പ്രായമുള്ള ആളെ കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് ഒരു 60-65 വയസ്സുള്ള ഒരാളെ, കുറച്ച് സാമ്പത്തികമില്ല, ഒരു വീടില്ല, എൻ്റെ മക്കളെ സേഫ് ആക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം കൊടുക്കാനും എനിക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഞാൻ എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏട്ടന് നരവന്നതിലെ കൊണ്ടോ എനിക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കമന്റ് അതിലും മുകളിലായിപ്പോയി, ഏട്ടനെയാണ് മൊത്തം ചെയ്തത്. അതിലും മുകളിലായി വന്നപ്പോഴാണ് എനിക്കത്. അങ്ങനെ ഏറ്റവും കൂടുതൽ നിങ്ങളെ വേദനിപ്പിച്ച കമന്റ് എന്തായിരിക്കും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ പറയും, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, ഞാൻ മീഡിയക്ക് മുന്നിൽ പറഞ്ഞായിരുന്നു, ഇനിയിപ്പോ അത് വീണ്ടും എടുത്തിടാൻ എന്നല്ല ഏട്ടനെയാണ് കൂടുതൽ പറഞ്ഞത്. ഏട്ടന് ഒരു പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടൻ തന്നെ തുറന്നു. ഞാൻ ഇനിയിപ്പോ അത് പറഞ്ഞ് വീണ്ടും ഒരു പെണ്ണല്ലേ അങ്ങനെ പറയാമോ, അവർക്ക് എഴുതാം, അത് നമ്മൾ ഓപ്പണായി പറഞ്ഞാലാണ് പ്രശ്നം.
തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു അപ്പ വേണം, എനിക്കൊരു ഭർത്താവ് വേണം എന്നാണ് ദിവ്യ തുടക്കം മുതൽ തന്നെ പറഞ്ഞത്. അല്ലാതെ ക്രിസ് വേണുഗോപാലിന്റെ പൈസ കണ്ടിട്ടോ പദവി കണ്ടിട്ടോ ഒന്നുമല്ല ദിവ്യ ഈ വിവാഹത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഒരു സീരിയൽ നടൻ മാത്രമല്ല ക്രിസ് വേണുഗോപാൽ. ടിവിയിൽ നിരന്തരം കാണുന്ന ഒരുപാട് കൊമേഴ്സ്യൽ ആഡ്സിന് ശബ്ദം നൽകിയിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഏഷ്യാനെറ്റിലെ പത്തരമാറ്റ് എന്ന സീരിയലിലെ മുത്തച്ഛനായി എത്തിയ ക്രിസ് വേണുഗോപാൽ ഒരു റേഡിയോ ജോക്കിയായിരുന്നു. സീരിയലിലെ രംഗപ്രവേശനത്തിന് മുന്നേ അനൗൺസറായും നിരവധി പരസ്യ ചിത്രങ്ങളുടെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമായും എല്ലാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് അദ്ദേഹം. ആ വഴി തന്നെയാണ് ദിവ്യയും ക്രിസ് വേണുഗോപാലും പരിചയപ്പെടുന്നത്. സീരിയലുകളിൽ നെഗറ്റീവും ക്യാരക്ടർ വേഷങ്ങളിലും തിളങ്ങി നിൽക്കുന്ന നടിയാണ് ദിവ്യ ശ്രീധർ. പത്തരമാറ്റ് എന്ന സീരിയലിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ദിവ്യയുടെയും ക്രിസ് വേണുഗോപാലിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. മക്കളോട് ചോദിച്ച ശേഷമാണ് ദിവ്യ ഇങ്ങനെയൊരു വിവാഹത്തിന് തയ്യാറെടുത്തത്. ഇന്ന് ഇരുവരുടെയും ജീവിതം കണ്ടാൽ ആരും ഒന്ന് അസൂയപ്പെട്ട് നോക്കും. കാരണം ഇപ്പോഴാണ് അവർ ജീവിക്കുന്നത്, ഇപ്പോഴാണ് അവർ പ്രണയിക്കുന്നത്. ആ വിവാഹം കണ്ടാൽ അല്ലെങ്കിൽ ഇന്നത്തെ ആ ദാമ്പത്യ ജീവിതം കണ്ടാൽ ഇവർ ചേരേണ്ടവർ തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞു പോകും. ക്രിസിന്റെ കസിൻ വഴി വന്ന ആലോചനയാണ്. തുടർന്ന് മക്കളുമായി ആലോചിച്ച ശേഷം വിവാഹവുമായി മുന്നോട്ട് പോകാൻ ദിവ്യ തീരുമാനിക്കുകയായിരുന്നു. ആദ്യം ക്രിസ് വേണുഗോപാലിനെ കാണുമ്പോൾ ഒരു ഭയമായിരുന്നു എന്ന് ദിവ്യ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് പ്രപ്പോസ് ചെയ്തു. തമാശയാണോ പറയുന്നത് എന്നായിരുന്നു ആദ്യം ദിവ്യയുടെ സംശയം. കാരണം അദ്ദേഹം ഏത് നിലയിൽ നിൽക്കുന്ന ആളാണെന്ന് ദിവ്യയ്ക്ക് അറിയാം. എന്നാൽ പിന്നെ അദ്ദേഹം സീരിയസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ മക്കളോട് ചോദിച്ച ശേഷം അവർ അക്സെപ്റ്റ് ചെയ്ത ഒരു ബന്ധമാണെന്ന് ഉറപ്പായ ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ദിവ്യ എത്തിയത്. ആ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. ദിവ്യയുടെ മക്കളെ സ്വന്തം മക്കളായി തന്നെയാണ് ക്രിസ് വേണുഗോപാലും ആ കുടുംബവും ഇന്ന് കാണുന്നത്. ഒരുപാട് വിവാദങ്ങളായിരുന്നു ഇവരുടെ വിവാഹത്തെ ചൊല്ലി വന്നത്. വിവാഹം ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ടോടെ നടന്നെങ്കിലും പിന്നീട് ബ്രാഹ്മണ ആചാര പ്രകാരമായിരുന്നു ഓരോ ചടങ്ങുകളും നടന്നത്. അതിസുന്ദരിയായ ദിവ്യയെ കണ്ട് ഇതൊരു പ്രണയ വിവാഹമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെയുള്ള തരത്തിൽ നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇരുവരും ഒന്നിനോടും പ്രതികരിച്ചില്ല, പുഞ്ചിരി മാത്രമായിരുന്നു. എന്നാൽ ഇങ്ങനെ ഇത്തരം മോശമായ കമന്റുകൾ ഒന്നും ഇടരുത് എന്ന് ദിവ്യ ഒരിക്കൽ പറയുകയും ചെയ്തു. സെക്സിന് വേണ്ടിയാണ് വിവാഹം കഴിച്ചത് എന്ന തരത്തിലെ ചിലരുടെ പ്രയോഗങ്ങളും കമന്റുകളും ഒക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ കമന്റ് ഇടരുതേ എന്ന് ദിവ്യ പറഞ്ഞത്. എന്തായാലും ഒരുപാട് വിമർശനങ്ങൾ കേട്ട വിവാഹമാണെങ്കിലും അങ്ങനെ രണ്ടുപേർ ഈ ലോകത്തുണ്ട് എന്ന് എല്ലാവരും അറിഞ്ഞല്ലോ എന്നാണ് ദിവ്യ സന്തോഷത്തോടെ പറഞ്ഞത്. ഇന്ന് ഈ ദാമ്പത്യം കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്നു പോകും. അത്രയേറെ സൗന്ദര്യമാണ് ഈ 40കളിലെ പ്രണയത്തിന്. കൈപിടിക്കാൻ ഒരാളായില്ലേ, ഏൽപ്പിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ അതൊക്കെ എൻ്റെ ഏട്ടത്തിയമ്മ ഇപ്പോഴും വിളിച്ച് പറയും, ഏട്ടൻ്റെ കണ്ണെന്ന് നനഞ്ഞത്. പിന്നെ ഏട്ടനും ഞാനൊരു കുറച്ച് അകൽച്ചലൊക്കെ ആയിരുന്നു. അത് കുറച്ച് മുന്നേ നിന്നായിരുന്നു, നമ്മൾ ഒന്നിച്ച് വരികയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം ആ ഒരു ചേർത്ത് പിടിക്കൽ, ആ ഒരു ഏട്ടൻ്റെ എനിക്ക് കുറേ മിസ് ചെയ്തായിരുന്നു. അതൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി. ഏട്ടൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അല്ലേ? ആ ഒരു മൊമെന്റ് ഇതല്ലേ, ഈ കല്യാണല്ലേ എല്ലാം കൂടി നമ്മള് ശരിക്കും അത് പറയുമ്പോ നമ്മുടെ കണ്ണ് നിറയെ തന്നെ ചെയ്യും. കാരണം ഏട്ടന്റെ അതെ, നമ്മുടെ സ്വന്തം ചോരയുടെ കൂടപ്പിറപ്പിന്റെ ആ ഒരു സ്നേഹവും തിരിച്ചു കിട്ടി. ആ ചേട്ടൻ നമ്മളെ ഇങ്ങനെ കരുതലോടെ നിനക്കൊരു കൂട്ടായല്ലോ എന്നുള്ള ആ ഒരു ഇതില് ഏട്ടൻ ഒന്നും മിണ്ടിയില്ല. അതാണ് എനിക്ക് കൂടുതൽ. ഏട്ടൻ ഇവിടുത്തെ ഏട്ടനെ നോക്കി എന്റെ മുഖത്ത് നോക്കിയിട്ട് ആ കണ്ണുകൾ വന്നത് മാറി ഒന്ന് തലയാട്ടിട്ട് അങ്ങോട്ടൊരു പോകും. പിന്നെ എൻ്റെ അമ്മ എന്നെ കൊണ്ട് കുറേ വിഷമിച്ചു. ഇപ്പൊ സന്തോഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കണ്ണു നിറയും. ഇത് കേൾക്കുമ്പോൾ എനിക്കും ഉണ്ട്, എനിക്ക് 2 ഏട്ടന്മാരാ. അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ ആ ഒരു ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിവ്യ പറയുമ്പോ നമ്മുടെ ഏട്ടന്മാര് നമ്മളെ പിടിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആണോ? ഏടത്തിയമ്മ പറയും ഒന്ന് കല്യാണമായിട്ടുണ്ട്. ഏടത്തിയമ്മക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ ചെയ്തിടും. അത്രക്ക് ഇഷ്ടം. വേഗം ഒന്ന് കെട്ടിയിട്ടുണ്ടെങ്കിൽ എണ്ണമാണ് ദിവസങ്ങൾ. എല്ലാരും അങ്ങനെയാണ്. പിന്നെ ഏപ്രിലിൽ അങ്ങനെ ആയതുകൊണ്ട് ഈ ഇത്രയും നീട്ടണമെന്നൊക്കെ കുറേ പേര് ചോദിച്ചു, വേഗം കല്യാണം കഴിച്ചുകൂടെ അങ്ങനെ. എല്ലാരും ഹാപ്പിയാണ് ഇപ്പൊ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇപ്പൊ അമ്മയ്ക്കും ചേട്ടനും എല്ലാവർക്കും സന്തോഷാണ്. പിന്നെ എന്തിനാ ഈ കണ്ണുകൾ നിറയണേ? അതെ, എന്നാലും നമുക്കത് പറയുമ്പോൾ അറിയാണ്ടൊരു ഇമോഷണൽ, നമുക്ക് ആ ഒരു ഇമോഷനിൽ വന്നു പോണ ഒരു ഇതാണല്ലേ. നമുക്ക് ചിരിക്കാം. ചിരിയുണ്ട്, ചിരിയുടെ കൂടെ